ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥകളെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മുടെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ബാലൻ വീട്ടിലേക്ക് വന്നു. ബാലനും അതുപോലെ അലീനയും കൂടെ വീട്ടിലേക്ക് വന്നു. അലീനയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് അച്ഛൻ പറയാം. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര പേടി, ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഇറങ്ങാതെ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കും കേട്ടോ. അച്ഛൻ വഴക്കിനൊന്നും പോവരുത്, സുഖമില്ലാത്തതാണെന്ന് ഓർമ്മ വേണം എന്ന് അലീന പറയാം. എനിക്കറിയാം എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് ഇറങ്ങിപ്പോയി. അലീന പേടിച്ച് വരച്ച് അവിടെ വണ്ടിയിലിരിക്കുക. അപ്പോഴത്തേക്കും ബാലൻ അലീനയുടെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തു വന്നിട്ട് നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ബാലൻ നേരെ വീടിനകത്തേക്ക് കയറി ചെന്നു. വീടിന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബബിതമ്മോള് വന്നു. അച്ഛാ എന്നും പറഞ്ഞ് മോള് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ അച്ഛനിങ്ങനെ അകത്തേക്ക് കയറി വരും കേട്ടോ. അച്ഛനിങ്ങ് പോന്നോ? അപ്പോൾ ഹോസ്പിറ്റൽ അമ്മയുടെ അടുത്ത് നിന്റെ കുഞ്ഞുമാമനുണ്ട്, സുലോചനയുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, അതൊക്കെ പോരേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് നമ്മുടെ ബാലൻ വാതിൽ അങ്ങന്നിട്ട് അങ്ങ് അടച്ചു. ബാലൻ വാതിൽ അടയ്ക്കുന്നതും നിപ്പൊക്കെ കണ്ടപ്പോൾ ബബിതമ്മൾക്കൊരു പേടിയും ഒരു പരിഭ്രമവും ഒക്കെ. എന്നിട്ട് ബാലൻ അതിലെല്ലാം നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നടന്നകത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ അവിടെ എല്ലാം നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മോൻ രോഹി ഇറങ്ങി വന്നു. ആ സമയത്ത് ബബിത അങ്ങോട്ട് കയറി വന്നതും അലീന എവിടെയെന്ന് ചോദിച്ചു. വിളിച്ചേ. അപ്പോൾ ബാലചന്ദ്രൻ എന്നാ വേണ്ടത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേ വരുന്നു നമ്മുടെ കമലേട്ടത്തി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ബാലൻ്റെ അടുത്തേക്ക് വരുക. അപ്പോൾ എനിക്ക് രസഗുള വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം രസഗുള എനിക്കത് കഴിക്കണം. എന്താ അലീനയ്ക്കത് പെട്ടെന്നുണ്ടാക്കാൻ അറിയാമെന്ന് പറയും. വിശക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങളോട് മലയാളത്തിലല്ലേ, എന്താ മനസ്സിലായില്ലേ എന്ന് ബാലൻ ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കമല. അപ്പോഴത്തേക്കും ഹരിച്ചേട്ടൻ ഇറങ്ങി വന്നു. ഹരി ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളും വന്നു നോക്കുവാണ്. അപ്പോൾ ബാലൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കമല എഴുന്നേറ്റു. മനസ്സിലായി, പക്ഷേ രസം ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലേ. അലീനയെ വിളിക്കുന്നേ, അവളുണ്ടാക്കിക്കോളും, നിങ്ങളോട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും. അപ്പോഴത്തേക്കും കമല ഇങ്ങനെ പതുക്കെ ഇതിൽ വലിയ ഷോ കാണിച്ചിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് ഭയങ്കര പരിഭ്രമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശിവേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അലീന ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു, അതും മുകളിൽ നിന്നുകൊണ്ട്. അപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ചേട്ടനെ ഒന്ന് നോക്കുക. ശിവേട്ടൻ ഉണ്ടായിരുന്നോ ഇവിടെ എന്ന് ബാലൻ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോക്ക് ഭയങ്കര പേടിയായി. അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അലീന എവിടെ പോയി വനചേർത്തിന്ന് ചോദിക്കുമ്പോൾ കമലേട്ടത്തിന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയാമെന്ന് പറയരുത് കേട്ടോ. അപ്പോൾ കമലേട്ടത്തി എന്നുള്ള വിളി ഞാനങ്ങ് മാറ്റും കേട്ടോ എന്ന് ബാലൻ പറയുക. അപ്പോഴേക്കും ഇവിടെ മക്കൾക്കും പേടിയായി തുടങ്ങി, പ്രത്യേകിച്ച് ബബിതയ്ക്ക്. ബാലൻ എന്നിട്ട് അവിടുന്ന് സംസാരിച്ച് നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു. നിനക്കറിയാവോടാ അലീന എവിടെ പോയെന്ന്? അപ്പോൾ എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ നിൽക്കുക. അവൾ തനിയെ എന്തായാലും ഇറങ്ങി പോകത്തില്ല എന്ന് എനിക്കറിയാം. ആരാണ് അവളെ ഇറക്കി വിട്ടത് അത് അറിഞ്ഞാൽ മതി എനിക്ക്. നീ ആണോടാ? അപ്പം ഞാനല്ല എന്ന് പറഞ്ഞു. പിന്നെ ബബിതയുടെ അടുത്തേക്ക് ചെന്നു. നീ ആണോടി എന്ന് ചോദിച്ചു. ഞാനല്ല എന്ന് പറഞ്ഞു. നേരെ കമലയുടെ അടുത്തേക്ക് ചെന്നു. കമലേട്ടത്തെയാണ് അവളെ പറഞ്ഞയച്ചതെന്ന് ചോദിക്കുമ്പം ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ശരി, ഓക്കെ, എല്ലാവരും നിഷ്കളങ്കരാണല്ലോ അല്ലേ, ഓക്കെ. അപ്പോഴത്തേക്കും ചേട്ടൻ മേളിൽ നിന്ന് വലിയ എന്തോ നേടിയ ഭാവത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ബാലൻ എന്നിട്ട് നേരെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് അലീനയെ വിളിച്ചു. അപ്പോൾ അലീന വാതിലും തുറന്ന് ഇവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ആ നിപ്പ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നടുങ്ങി. പോയവൾ അതേക്കാൾ സ്പീഡിൽ അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു റീ എൻട്രിയാണ് നമ്മുടെ അലീനയുടേത്. ഒന്നും പറഞ്ഞുകൊണ്ട് ഹരിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അലീന എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നീ പോയി ചൂലെടുത്തോണ്ട് വന്ന അലീന എന്ന് പറഞ്ഞു. ചൂലോ? എന്തിനാ അച്ഛാ ചൂല് എന്ന് അലീന ചോദിച്ചു. അപ്പം ചൂലെന്തിനാ? വൃത്തിയാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അലീന ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയി അകത്ത് കൊണ്ട് വെച്ചു. തൻ്റെ റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ അലീനയോട് ചോദിക്കാൻ പോവാ ഇവിടെ എന്താ നടന്നതെന്നുള്ളതെന്ന് ബാലൻ എല്ലാവരുടെയും കേൾക്കി അങ്ങ് പറയുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. ഏറ്റവും കൂടുതൽ പേടി കമലയ്ക്കാട്ടോ. അപ്പോഴേക്കും അലീന ബാഗെല്ലാം കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് ചൂലെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ചൂലെടുക്കാനായിട്ട് അലീന അങ്ങ് പോകുമ്പോൾ ബാലൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീന അടുക്കളയിൽ പോയി ചൂലെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ചൂലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ ചൂല് ബാലൻ ഇങ്ങ് മേടിച്ചു. ഇങ്ങ് തരാൻ പറഞ്ഞു. എന്നിട്ട് മേടിച്ചിട്ട് ആരാ നിൻ്റെ ഇവിടെ ഇറക്കി വിട്ടേന്ന് ചോദിച്ചു. അന്നേരത്തേക്കും നമ്മുടെ അലീന പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അയ്യോ പ്രശ്നമാവുമോ എന്നുള്ളത്. അപ്പോഴത്തേക്കും കമല ഇങ്ങനെ തുപ്പലൊക്കെ വിഴുങ്ങി നിൽക്കുക കേട്ടോ പേടിച്ചിട്ട്. അലീന രോഹിത്തിൻ്റെ നേരെ നോക്കി, ബബിതയുടെ നേരെ നോക്കി, കമലയുടെ നേരെ നോക്കി, ഓരോരുത്തരുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നടന്നതുപോലെ സത്യം മറച്ചു വെക്കാതെ വളച്ചൊടിക്കാതെ നീ എന്നോട് കാര്യം പറയണമെന്ന് ബാലൻ പറയുമ്പം അത് പിന്നെ
അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അന്നേരത്തേക്ക് നമ്മുടെ കമല ഇതൊക്കെ കണ്ട് ശിവൻ ഇങ്ങനെ മുകളിൽ നിൽപ്പുണ്ട് കേട്ടോ, ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കമലാൻറ്റിയാ എന്നോട് പോകാൻ പറഞ്ഞതെന്ന് അലീന പറഞ്ഞു. കമലാൻറ്റിയും ഹരിശങ്കറും കൂടെ എൻ്റെ ബാഗ് പാക്ക് ചെയ്തെന്നും പിന്നെ അവർ രണ്ടുപേരും കൂടി എന്നെ പിടിച്ച് വലിച്ച് പുറത്തു തൊട്ട് ഇറക്കി വിട്ടു എന്നുള്ള കാര്യവും പറയുമ്പോൾ ഫുഫ് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് നിൽക്കാൻ നശിപ്പിച്ചു, നാശം പിടിച്ചവളെന്നും പറഞ്ഞുകൊണ്ട് ഹരിയും അവിടെ നിൽക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചത് പറ അലീന? കമലാൻറ്റിയും ഹരിശങ്കറും കൂടിയും എൻ്റെ കാറിൽ വലിച്ചു കയറ്റി പാല ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് പോയി എന്ന കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ ബാലൻ കമലയുടെ നേരെ ചെന്നു. ഇതല്ലേ സത്യം? ഈ കുടുംബം മുടിപ്പിക്കാൻ വന്നവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് സത്യം ആണെന്ന് ഇങ്ങനെ കമല പറയുമ്പോൾ നിനക്ക് ആരാ അധികാരം തന്നു എൻ്റെ കുടുംബത്തിൽ കയറി ഭരിക്കാൻ? നീ ആരാന്ന് ബാലൻ ആ നേരം ചോദിക്കുക കേട്ടോ. എന്നും പറഞ്ഞ് എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അപ്പം ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് കമല ബാലനോട് പറയണം. പ്രായത്തിൽ എന്നെക്കാളും ഇളയവളാ നീ. നിന്നെ ഏട്ടത്തി എന്ന് വിളിച്ച് ബഹുമാനിച്ചത് വൈജയന്തിയുടെ ഏട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അത് നിനക്കറിയാവുമെന്ന് ചോദിച്ചു ബാലൻ. ഇപ്പം നീ ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിയ ഒരു പട്ടിയെ പോലെ എൻ്റെ വീട്ടിൽ കയറുമെന്ന് തോന്നിവാസം കാണിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ പുറത്താക്കാൻ നിനക്ക് എന്താടി കാര്യം? ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോഴത്തേക്കുന്നേ നമ്മുടെ ചേട്ടനെ പൊള്ളി, അതായത് ശിവേട്ടൻ അന്നേരത്തേക്കും ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നു. അതുപോലെ ആൺമക്കളും ബബിതമോളൊക്കെ പേടിച്ച് നിൽക്കും. അപ്പോഴത്തേക്ക് ശിവൻ വന്ന് ബാലചന്ദ്രൻ നീ തലമറന്ന് എണ്ണ തേക്കരുത് പറയുമ്പം താൻ വാടോ തനിക്കെട്ടുള്ളതേ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശിവനോട് നമ്മുടെ ബാലനെ. എൻ്റെ വീട്ടിൽ കയറി എന്തും ചെയ്യാമെന്ന് നീ കരുതിയോ? അതും കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലും മതി. നിന്റെ കെട്ടിയവനെ പോലെ വെറും ഉണ്ണാക്കനല്ല നെടുപുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ. ഇറങ്ങടിയെന്നും പറഞ്ഞ് ചൂലെടുത്ത് കമല ആട്ടിക്കാനായിട്ട് അങ്ങ് ഓങ്ങിയേട്ടോ. അപ്പോഴേക്കും ഇവരെല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഭയങ്കരം പ്രകടനമായിരുന്നു നമ്മുടെ ബാലൻ്റെ. ഇപ്പം ഇറങ്ങണം എൻ്റെ വീട്ടിൽ നിന്ന്, ചൂലിനടിച്ചിറക്കും ഞാനെന്നും ബാലൻ ഇങ്ങനെ കമലയോട് പറയാം. അപ്പോഴേക്കും കൃഷ്ണ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കാം. അവർക്ക് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്, ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞ ചൂലിനെ അടിച്ചു, എല്ലാത്തിനെയും അടിച്ചു. കമല ആ വീട്ടിലിട്ട് ഓടിച്ചിട്ട് കുറ്റിച്ചൂലിനിട്ട് അടിക്കുക നമ്മുടെ ബാലൻ. അപ്പം അച്ഛൻ വേണ്ട അച്ഛാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ പിന്നാലെ ഓടുന്നു. മറ്റേ മക്കളൊക്കെയാണ് പേടിച്ച് മൂലയിലേക്ക് ഒതുങ്ങുക. ബാലൻ കിടന്ന് ഓടിച്ചിട്ട് അടിക്കുവാണ്. അങ്ങനെ കമല കുറ്റിച്ചൂലിന് അടിയും മേടിച്ചിട്ട് ശിവൻ്റെ കയ്യിലേക്ക് ചെന്ന് കയറി. അപ്പോഴത്തേക്കും തടയാനായിട്ട് നമ്മുടെ ഹരിമോൻ അങ്ങ് ചെന്നു. എൻ്റെ അമ്മയൊന്നും ചെയ്യരുത്, താൻ വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പം നിനക്കുള്ള ഞാൻ തന്നില്ലല്ലേടാന്ന് ചോദിച്ചു. ചൂലിൻ്റെ പുറകിൽ ആ പിടി വെച്ചിട്ട് ഒരു ഒറ്റ അവൻ്റെ പുറം വഴി അങ്ങ് കൊടുത്തു. ഹരി അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഓടും. അപ്പോഴത്തേക്കും ശിവേട്ടൻ തടയാൻ അങ്ങ് ചെന്നു. ശിവനിട്ടും കൊടുത്തു. എല്ലാത്തിനെയും അതിലിട്ട് അടിച്ചതേ നമ്മുടെ ബാലൻ എല്ലാത്തിനെയും അവിടെ മുറ്റത്ത് കൊണ്ട് ഇറക്കി ആദ്യം കമല. അപ്പോൾ എന്നെ തൊട്ടാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് വന്നു. തൊട്ട നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നെഞ്ച് നോക്കി ഒരൊറ്റ ചവിട്ടും കൊടുത്തിട്ട് എടാ പട്ടി പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല. അപ്പോഴത്തേക്കും പുറത്തിറങ്ങിപ്പോയി നമ്മുടെ കമല അയ്യോ എൻ്റെ മോനെന്നും പറഞ്ഞു ഓടി വന്നു. അപ്പോൾ ഏറങ്ങളായി വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ കണ്ണു ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുക. അയ്യോ മോനെന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടനും ചെന്ന് അങ്ങ് പൊതിഞ്ഞ് പിടിക്കുക മോനെ. അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു അപശബ്ദമൊക്കെ കേൾപ്പിച്ച് ഹരി പുറത്തേക്ക് ഇറങ്ങി. പെരളും ചൂണ്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന ഇതൊക്കെ കണ്ട് പേടിച്ച് വരഞ്ഞ് നിൽക്കുക. ഇത് ചെയ്തതിൻ്റെ ഫലം നിനക്ക് രണ്ടരട്ടിയായിട്ട് തിരിച്ചു കിട്ടും, നീ നോക്കിക്കോളാൻ ശിവൻ പറയുമ്പം ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാടാ. കൈതക്കൽ മാളിയ വീട്ടിൽ എച്ചിൽ തിന്ന് വളർന്നവനല്ലടാ നീ എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ എച്ചിൽ ഞാൻ അങ്ങോട്ടും തീറ്റിച്ചിട്ടുണ്ട്. കണക്ക് പറയല്ലേ, തോറ്റുപോകും ബാലചന്ദ്രൻ്റെ മുന്നിലെന്ന് പറയുന്നു ബാലൻ. അപ്പോൾ നീ നിൻ്റെ ചെവിയിൽ നുള്ളിക്കോടാ കേട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ബാലൻ ആ ചൂലും പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇറങ്ങിപ്പോയ ശിവനോട് എടോ സോനന്തേട്ടും വീട്ടിൽ വെച്ച് പച്ച മലയാളത്തിൽ തൻ്റെ അടുത്ത് സകല കാര്യങ്ങൾ അളന്ന് മുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞല്ലേടോ, എൻ്റെ കഥയും തൻ്റെ പെങ്ങളുടെ കഥയും എന്ന് ബാലൻ അന്നേരം ശിവനോട് ചോദിച്ചു. പോയ ശിവൻ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ടും എൻ്റെ വീട്ടിൽ കയറുന്ന ചേറ്റത്തരം കാണിക്കാൻ ഒരു ഉളുപ്പും തോന്നിയില്ലടോ തൻ്റെ ഭാര്യയ്ക്കും മകനും പിന്നെ തനിക്കും എന്നും ബാലൻ ചോദിക്കുമ്പം രോഹി ബബിതേ ഞങ്ങൾ പോകുക, ഇനി ഈ വീടുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, നിങ്ങളുടെ അമ്മയെ ഇനി ഈ വീട്ടിലോട്ട് തിരിച്ചു വരത്തില്ല എന്നും ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ ഇപ്പോൾ വരാമെന്നും രോഹിത്തിനോടും ബബിതയോടും നമ്മുടെ ശിവേട്ടൻ അങ്ങ് പറഞ്ഞു. ഇതൊക്കെ കേട്ട അലീനെ ആകെ തകർന്നു പോയിട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. ഈ വീട് നിങ്ങളുടേതല്ല, ഇവിടെ യാതൊരു നീതിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ വീടും വസ്തുവകകളും സകലതും ഇയാളുടെ രഹസ്യപുത്രിക്ക് എഴുതി കൊടുക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ കൂടെ വരാം എന്ന് പറഞ്ഞിങ്ങനെ ശിവനോട് വലിയ ഡയലോഗ് ഇറക്കുക. അപ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുക. പോകേണ്ടവർക്കെല്ലാം ഇവിടെ നിന്ന് പോകാം, ഞാൻ ആരെയും തടയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം ഞങ്ങളുടെ അമ്മ ഈ അവസ്ഥയിലാക്കി ഇവളെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പോവാണോ എന്ന് രോഹിത്ത് ചോദിക്കുമ്പം അതേടാ എന്താടാ സംശയം എന്ന് ചോദിച്ചു.
വൈജ ഹോസ്പിറ്റലായതുകൊണ്ട് ഈ കുടുംബത്തിന് മുഴുവൻ ചുമതലയും ഞാൻ അലീനയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അവളെ അനുസരിക്കാവുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന് ബാലൻ മകനോട് പറഞ്ഞു. എനിക്ക് അവളെ അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് രോഹിത്ത് പറയുന്നു. എനിക്ക് അത്ര ഗതികേടൊന്നും വന്നിട്ടില്ലെന്ന് പറയുമ്പം, എടാ നീ പ്രായപൂർത്തിയായവനാ, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബബിതയുടെ അടുത്തേക്ക് ചെന്നു. ബബിത നിനക്ക് പോണോന്ന് ചോദിച്ചു. കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ തേനും പാലും ഒഴുക്കിക്കൊണ്ടിരിക്കുക. കിട്ടിയ അവസരം പാഴാക്കാതെ ചെന്നാ വയറ് നിറയെ കോരി കുടിക്കാം നിനക്കെന്ന് പറഞ്ഞപ്പോൾ, ബബിതേ വരുന്നെങ്കിൽ നീയും വരാൻ പറഞ്ഞു ഈ ശിവൻ. അപ്പോൾ ബബിത ഇങ്ങനെയൊന്നും മിണ്ടാതെ ബാലനെ നോക്കി നിൽക്കുക കേട്ടോ. ഇതൊരു നരകമല്ലേ മോളെ, ഇതിനേക്കാളും എന്തുകൊണ്ടും ഭേദം എൻ്റെ വീട് തന്നെയാണെന്ന് ശിവൻ പറയുക. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ബാലൻ ഒന്ന് ചിരിച്ചു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കൃഷ്ണമോള് മോളിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. അപ്പോഴത്തേക്കും ഭയങ്കര ചുറുചുറുക്കോട് കൂടി കയറി ഓടുവാണ്. വരുന്നുണ്ടെങ്കിൽ വാടി എന്നും പറഞ്ഞുകൊണ്ട് ബബിതയും വിളിച്ചുകൊണ്ട് രോഹിത്ത് അങ്ങനെ മുകളിലേക്ക് രോഹിത്ത് കയറിപ്പോയി. അലീനയും നമ്മുടെ ബാലനും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ കൃഷ്ണമോൾ അവിടെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ അച്ഛാ അവരോട് പോവല്ലേന്ന് പറ പ്ലീസ് അച്ഛാ എന്ന് അലീന ഇങ്ങനെ പറഞ്ഞു. എല്ലാം കൂടെ തകർത്ത് കളയല്ലേ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അച്ഛാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇതുവരെ തകർത്തിട്ടില്ല, തകരാതിരിക്കാൻ പരമാവധി നോക്കുകയാണെന്ന് ബാലൻ എന്നിട്ട് അലീനയോട് പറഞ്ഞു. അലീനയ്ക്കാണെങ്കിൽ എന്ത് പറയണം എന്നറിയില്ല. അപ്പോഴത്തേക്ക് മുറിയിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം പാക്ക് ചെയ്ത് പെട്ടിയിലെടുത്ത് അടക്കിയാണ് നമ്മുടെ ബബിതമോളൊക്കെ. അങ്ങനെ എല്ലാം എടുത്തിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ രോഹിത്തും ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണ അവിടെ അങ്ങനെ നിൽക്കുക. നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. കൊല്ലപ്പള്ളിക്കും അവിടെ എന്താ ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് നശിച്ചു പോകുന്ന രോഹിത്ത് പറയുമ്പം, ഇത് എൻ്റെ വീടാ രോഹിട്ടാ, ഇവിടെ നിന്ന് തന്നെ ആരും ഇറക്കി വിടത്തില്ല. കൊല്ലപ്പള്ളിക്ക് ചെന്നാലുണ്ടല്ലോ കമലാൻ്റെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണാ വരപ്പിക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയുള്ളെന്ന് പറഞ്ഞു. ഇനി നിനക്ക് ഇതുപോലൊരു അവസരം കിട്ടത്തില്ല, പറഞ്ഞേക്കാന്ന് രോഹിത്ത് പറയുമ്പോൾ വീടിന് വെളിയിൽ ചാടി പോകാനേ ഇഷ്ടംപോലെ അവസരം കിട്ടും, തിരിച്ച് കിട്ടാനാ കയറാത്തത്. അപ്പം ഞാൻ പോവുക, എനിക്കിനി ഇവിടെ നിൽക്കണ്ടെന്ന് രോഹിത്ത് പറഞ്ഞു. നാണം കെട്ട തലയും താഴ്ത്തി തിരിച്ചു വരികയെ, അപ്പം എൻ്റെ പട്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ആ പട്ടിക്ക് രോഹിത്തിനേക്കാളും വിവരം കാണും കേട്ടോ എന്ന് നേരം കൃഷ്ണ അവിടെ നിന്ന് പറഞ്ഞു. രോഹിത്ത് അന്നേരം കൃഷ്ണയെ അവിടെ കുറച്ചു നേരം തുറച്ചു നോക്കി അങ്ങ് നിന്നു. അങ്ങനെ എന്നിട്ട് പെട്ടിയെടുത്ത് അങ്ങ് ഇറങ്ങിപ്പോയി. തൊട്ട് പുറകെ ദേ വരുന്നു നമ്മുടെ ബബിതമോള്. അപ്പോൾ ദേ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളണം, ഇതുപോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയവളാണ് നിന്റെ അമ്മ. ഇവിടുന്ന് ഇറങ്ങിപ്പോയാ തൽക്കാലം നിങ്ങളെ സംരക്ഷിക്കുന്ന അമ്മായിമാരും അമ്മാവന്മാരൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ ഓരോ ദിവസം നിങ്ങൾ അവർക്കൊരു ബാധ്യതയായി മാറും. അന്ന് തല കുനിച്ച് പിടിച്ച് മാത്രമേ നിങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു കയറാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. പക്ഷെ ഇതൊന്നും അഹങ്കാരത്തിൻ്റെ ആ ഒരു ചോരത്തിളപ്പിൽ രോഹിത്ത് കേൾക്കുന്നില്ല. ഭവങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ച് രോഹിത്ത് കൊണ്ടുപോയി ബാഗൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് എറിഞ്ഞൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലിന് സഹിച്ചില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു, അതായത് ബബിത എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഹരി അവൾ പാക്ക് ചെയ്യുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുത്തുകൊണ്ട് ബബിത ഇറങ്ങി വരുമ്പോൾ അച്ഛൻ മോളോട് നീ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള ബോധം ഉണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. കമലാൻ്റെ നിനക്ക് എല്ലാ ദിവസവും ഉരുളി ഉരുട്ട് നിനക്ക് വായിൽ വെച്ച് തരും, അത് തിന്നും അടുക്കുമ്പോഴേ ഇങ്ങോട്ട് തന്നെ പോന്നേക്കണം കേട്ടോ എന്ന് ബാലൻ ഇങ്ങനെ പറയുക. അലീന ഉള്ള വീട്ടിൽ എനിക്ക് താമസിക്കണ്ട എന്നതേ നമ്മുടെ മോൾ അന്നേരത്തേക്കും പറഞ്ഞു. ആയിക്കോട്ടെ, അവൾ കാരണമല്ലേ അമ്മ ഈ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയത്. അമ്മ പറഞ്ഞത് കേട്ട് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അമ്മ പറഞ്ഞു അപ്പാടെ അനുസരിക്കാൻ നിന്റെ അമ്മ എന്താടി, നിന്റെ അമ്മ വളർത്തുന്ന പട്ടിയാണോടി ഞാനെന്ന് ചോദിച്ചു ബാലൻ. അച്ഛൻ അമ്മയെ വേണ്ടായിരുന്നു, അലീനയെ മതിയായിരുന്നു. ആ വിഷമം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും കാറിടിച്ചതും ഒക്കെ എന്ന് ചോദിച്ചു. അമ്മ ഇവിടുന്ന് ചാടിപ്പോയതും ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവളുടെ അഹങ്കാരം കൊണ്ടാ. എടുത്ത് ചേട്ടക്കാരുടെ കാലൊടിയും, അത് സ്വാഭാവികമാണെന്ന് ബാലൻ അന്നേരം മകളോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞും കൊടുത്തു. അലീനയാണ് നേരം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ബബിതക്കുട്ടിയും പോവുമല്ലേ. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ ബബിതമോൾ അവിടെ നിന്ന് അങ്ങ് പോണു. ബബിതമോളും പോയി. അപ്പോൾ ശിവേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ പിറകിൽ നിന്ന് വിളിച്ചു. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മക്കളെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നതേ എനിക്ക് തടയാൻ കഴിഞ്ഞിട്ടല്ല ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത്, വിട്ട് തരുന്നത് കൊണ്ടാ. കൊല്ലപ്പള്ളി കൈതക്കലെ ചോറിൻ്റെ കയ്പും അവരും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് ഓർത്തിട്ടാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. നോക്കൂ അന്നേരത്തേക്കും കമല, അതെ നിങ്ങളുടെ അമ്മ അത് ശരിക്കും അറിഞ്ഞതാ. നിങ്ങൾ കമലെടുത്തിടെ തനി നിറം അവരും ഒന്ന് മനസ്സിലാക്കേണ്ടതേ അത്യാവശ്യമാണ് എന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ശിവൻ അന്നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. കൊണ്ടുപോയിക്കോ, പൊക്കോ, താൻ എത്ര നാൾ വളർത്തുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പം മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് നീ അലീനയെ കെട്ടിപ്പിടിച്ച് ഇവിടെ ജീവിക്ക്, എത്ര കാലം പോകുന്നതെന്ന് ഞങ്ങളും ഒന്ന് നോക്കട്ടെ എന്ന് ശിവൻ നമ്മുടെ ബാലനെയും വെല്ലുവിളിക്കുന്നു. അതും പറഞ്ഞ്
ഭാടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അവനും അവൻ്റെ പുന്നാര മോളും കൂടെ സുഖിച്ച് ജീവിക്കട്ടെ എന്നും പറഞ്ഞ് കമല കൊണ്ടുപോകാം. വീട്ടുപണി ഞാൻ എക്സ്ട്രാ 2 പേരും കൂടി ആയല്ലോ കമലയ്ക്ക് അതിൻ്റെ സന്തോഷമാണ്. അലീനയാണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എല്ലാ എണ്ണം കൂടെ വണ്ടി കയറി അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ ബാലചന്ദ്രൻ ഇത് എന്നതാ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുക ഈ കമല. അപ്പോൾ അവന് വട്ടായടി എന്ന് ശിവൻ പറയുന്ന ഭാഷ കേട്ടില്ലേ, വെറും പോക്കിരികൾ പറയുന്നത് പോലെ അവൻ്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് കമല വലിയ ഡയലോഗാണ്. എല്ലാ എണ്ണങ്ങളും കൂടെ ബാലൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് പോയി. ബാലൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം മോളെ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. നീ എന്താ സങ്കടപ്പെട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പോയില്ലേ അച്ഛാ, ഞാൻ കാരണമല്ലേ എന്ന് അലീന ചോദിക്കുമ്പം അവർ പോയതിന് നീയല്ല കാരണം, അതിന് കാരണം അവർ തന്നെയാ. നീ അവരോട് പോകാൻ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ കാരണമാകും? അപ്പം അച്ഛൻ അവരെ തടയായിരുന്നു. ഞാനല്ലല്ലോ, അവരല്ലേ അച്ഛൻ്റെ മക്കള്. എന്നെക്കാളും വില അച്ഛൻ അവർക്കായിരുന്നില്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ? ഇല്ലല്ലോ, പ്രായപൂർത്തിയായവരല്ലേ, അവർ സ്വയം തീരുമാനിച്ചു, അവരിവിടെ ഇറങ്ങിപ്പോയി. അതിലിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്തത് തെറ്റാ. സ്വന്തം വീട് വിട്ടു പോയാൽ അവർക്ക് എന്ത് വിലയാ ഉള്ളത്? അച്ഛൻ അവരെ തടയായിരുന്നില്ലേ? അപ്പം അത് നീ പറഞ്ഞത് ശരിയാ. മക്കളെ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് തടയേണ്ട ഉത്തരവാദിത്വം അച്ഛന്മാർക്കുണ്ട്. പക്ഷേ ഇവിടെ മനഃപൂർവ്വം തന്നെ മോളെ ഞാനത് ചെയ്യാതിരുന്നതെന്ന് ബാലൻ പറഞ്ഞു. ഞാൻ തടഞ്ഞാൽ അവർ കരുതും ഈ വീട്ടിൽ അവർ നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ളത്. മോളെ സ്വന്തം വീടിൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ബാലൻ എന്നേരം അലീനോട് പറയാം. സ്വന്തം അച്ഛനും അമ്മയും നോക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് തുല്യമാവില്ല ഒരമ്മാവനും അമ്മായിയും. അതറിയാവോ എന്ന് ചോദിച്ചു. സ്വന്തം വീട്ടിലെ മുറികളോളം വരില്ല മറ്റൊരു വീട്ടിലെ ഗസ്റ്റ് റൂം. സത്യത്തിലേ എൻ്റെ മക്കൾക്ക് അവർ ജീവിക്കുന്ന ജീവിതത്തിനോടെ ഒരു വിലയും ഇല്ല. നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ജീവിതം മാതാപിതാക്കളോട് അവർക്ക് യാതൊരു സ്നേഹവും ഇല്ല. സ്വന്തം ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കോഴ്സായിട്ട് മാത്രം ഈ ഇറങ്ങിപ്പോക്കിനെ കണ്ടാൽ മതിയെന്ന് ബാലൻ പറഞ്ഞു കൊടുക്കുക അലീനയ്ക്ക്. അവരിങ്ങോട്ട് തന്നെ വരും തീർച്ച. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്നും ബാലൻ അലീനോട് പറഞ്ഞു. കേട്ടോ? കേട്ടെന്ന് പറഞ്ഞു. പറഞ്ഞ് ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുക. എന്നിട്ടൊരു ചിരിയും ചിരിച്ചു. പുഞ്ചിരിയോടെ ബാലൻ ഇങ്ങനെ അടുത്തിരിക്കുന്നു. ഈ സമയത്ത് അവിടെ സങ്കടപ്പെട്ട് നമ്മുടെ അലീന നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. മിക്കവാറും ബബിതയ്ക്ക് അവിടെ ആ ഹരി എന്ന് പറയുന്നതിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്ത് പണ്ട് അവൻ മോശമുള്ള രീതിയിൽ ചെന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുക ബബിത. ഇനി അവൻ എന്തൊക്കെ പൂലുണ്ടാക്കുമെന്നും അതുപോലെ ആ കമലയെന്ന് പറയുന്ന ആൾ വീട്ടുപണി മുഴുവൻ ബബിതയെ പഠിപ്പിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.